നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീയെ കുറിച്ചുള്ള ചർച്ചകളാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എതിർപ്പുകളെല്ലാം അവഗണിച്ച് മന്ത്രി വി ശിവൻകുട്ടി PM ശ്രീയുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ ചില അസ്വാരസ്യങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അത് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിന് തക്കതായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ശ്രീയിൽ ഒപ്പിടാൻ ഗവൺമെന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ്. അതീവ രഹസ്യമായിരുന്നു നീക്കങ്ങൾ. ഇക്കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ എത്തിയപ്പോഴാണ് കരാറിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രി മുഹമ്മദ് റിയാസിന് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. കാരണം റിയാസ് മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ അനുഗമിച്ചിരുന്നു. കരാറിൽ ഒപ്പിടേണ്ടി വരുമെന്ന് ഡൽഹി യാത്രയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ മുഖ്യമന്ത്രി മന്ത്രി ശിവൻകുട്ടിയെ അറിയിച്ചെങ്കിലും അദ്ദേഹം ഭയന്നു. ഘടകകക്ഷികളിൽ നിന്നും വലിയ എതിർപ്പുണ്ടാകുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതോടെ മുഖ്യമന്ത്രി പിൻവാങ്ങി. ശിവൻകുട്ടിയുടെ എതിർപ്പ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമായില്ല. തന്റെ തീരുമാനം നടപ്പാകുമെന്ന് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ചു. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗവറെയും സവർക്കറെയും പഠിപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതും അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. കേന്ദ്രം പറയുന്നതെല്ലാം പഠിപ്പിക്കാമെന്ന് കേരളം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇരുവരെയും ഉൾപ്പെടുത്തുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വെക്കാനല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട. കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ടെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗവറെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വയ്ക്കാനല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട. കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കാനും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളത്തിൽ വില പോവില്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്ന ചരിത്ര സത്യം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും മായ്ക്കാൻ കഴിയില്ല. കേരള സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാകും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ തുടർന്ന് നൽകുക. സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഹെഡ്ഗവറെയും സവർക്കറെയും കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള BJPയുടെ ശ്രമം വില പോവില്ല. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഇനി സവർക്കറെക്കുറിച്ചും ഹെഡ്ഗവറെക്കുറിച്ചും ദീൻ ദയാൽ ഉപാധ്യായെക്കുറിച്ചും പഠിപ്പിക്കുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. അതിനുള്ള സംവിധാനം ഉണ്ടാകുമെന്നും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടതും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നും കരിക്കുലം പരിഷ്കരണം ഇവിടെയും നടക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്ത് പഠിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയും. VD സവർക്കർ രാജ്യദ്രോഹിയല്ല, അക്കാര്യം ഇവിടെ പഠിപ്പിക്കും. ഹെഡ്ഗവർ, ദീൻ ദയാൽ ഉപാധ്യായ ഇവരെല്ലാം പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? അതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും അത് ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടതും സുരേന്ദ്രൻ പറഞ്ഞു. പക്ഷെ ചരിത്രം വളച്ചൊടിക്കില്ല, ശരിയായ കാര്യം പഠിപ്പിക്കും. അത് ന്യായമായ കാര്യമാണ്. അതിനുവേണ്ടിയാണ് ജനം തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം തന്നത്. തങ്ങളെ താഴെ ഇറക്കിക്കൊള്ളൂ, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മാറ്റിക്കൊള്ളൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ BJP പറഞ്ഞതാണ് ശരിയെന്നും കോൺഗ്രസ് സർക്കാരിനും പിണറായി സർക്കാരിനും സമ്മതിക്കേണ്ടി വന്നു. ട്യൂബ്ലൈറ്റ് പോലെയാണ് CPM എന്നും അത് പെട്ടെന്ന് കത്തില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ഒരു സമ്മർദ്ദവും BJP സർക്കാർ സംസ്ഥാനത്തിന് മേൽ ചെലുത്തിയിട്ടില്ല. ഒപ്പിട്ട കാര്യം മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും അല്ലാതെ CPMൽ മറ്റാരും അറിഞ്ഞിട്ടില്ല.
LDF ആശയപാപ്പരത്തിന്റെ ഉത്തുംഗ ശൃംഖലയിലാണെന്നും അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ പിണറായി വിജയന്റെ സഹായം ആവശ്യമാണെന്നും ഇവിടെ രാജ്യഭരണം തന്നെയാണെന്ന കാര്യത്തിൽ തനിക്ക് തർക്കമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. CPIയുടെ എതിർപ്പ് കുരയ്ക്കും, പക്ഷെ കടിക്കില്ല എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. എന്നാൽ കടിക്കുന്നവർ അധികം കുരയ്ക്കില്ല. 4 മന്ത്രിമാരെ അവിടുന്ന് രാജിവെപ്പിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുമോ? ബിനോയ് വിശ്വം രാജിവെക്കാൻ പറഞ്ഞാലും അവർ കേൾക്കില്ല. അവരുടെ വകുപ്പിൽ ഭൂലോക അഴിമതിയാണ് നടക്കുന്നത്. അവരാരും തന്നെ ബിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല. 2 മാസത്തേക്കെങ്കിലും മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ആ പാർട്ടിക്ക് കേരളത്തിൽ യാതൊരു ഗുണനിലവാരവുമില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതാണ് സുരേന്ദ്രന്റെ നിലപാട്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന കേന്ദ്ര നിലപാടിനെതിരെ തമിഴ്നാട് സർക്കാർ മാതൃകയിൽ നിയമം നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ ചെന്ന് NEP-യിൽ ഒപ്പിട്ടത്. മന്ത്രിസഭയെ വിശ്വാസത്തിലെടുക്കാതെയുള്ള തീരുമാനമാണ് ഇതെന്നും CPI പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. LDF യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തില്ല. മന്ത്രിസഭയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇടതുമുന്നണിയും. 2024 ഡിസംബർ 4-ന് 2025 മെയ് 9-നും ചേർന്ന മന്ത്രിസഭാ യോഗങ്ങളാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന അജണ്ട ചർച്ച ചെയ്തത്. 2 യോഗങ്ങളിലും CPI മന്ത്രിമാർ ആശങ്ക പ്രകടിപ്പിച്ചു. CPM-ന്റെ ചില മന്ത്രിമാരും വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചുകടത്താനുള്ള ഒന്നായി ഇടത് പാർട്ടികൾ കരുതുന്ന ഈ പദ്ധതി കേരളത്തിൽ LDF സർക്കാർ നടപ്പിലാക്കുന്നതിനോട് വ്യാപകമായി എതിർപ്പുണ്ട്. മന്ത്രിസഭയിലെ ആദ്യവട്ട ചർച്ചയിലെ ഈ ഭിന്നത കണക്കിലെടുത്ത് കേരളം കരാറിൽ ഒപ്പിടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. അതോടെ മന്ത്രിസഭാ അംഗങ്ങളും വിശ്വസിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അറിയാതെ കരാർ ഒപ്പിടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായതോടെ കഴിഞ്ഞ മെയ്യിൽ ഇക്കാര്യം വീണ്ടും പരിഗണിച്ചു. അത് വിവാദമായതോടെ ബിനോയ് വിശ്വം ശക്തമായി എതിർത്തു. ബിനോയ് വിശ്വവും മന്ത്രി V ശിവൻകുട്ടിയും തമ്മിൽ വാക്പോര് വരെ ഉണ്ടായി. അപ്പോൾ അഭിപ്രായ സമന്വയം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. അടുത്ത ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അർഹതപ്പെട്ട കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ദേശീയ വിദ്യാഭ്യാസ നയം ഔപചാരികമായി അംഗീകരിക്കാൻ PM ശ്രീ വഴി കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ഒരുമിച്ച് നിയമയുദ്ധം നടത്താമെന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ് മറുകണ്ഠം ചാടിയത്. എന്നാൽ മറുകണ്ഠം ചാടിയതാണോ അതോ ശിവൻകുട്ടി അറിയാതെ പോയതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്. ഇതിലെല്ലാം അസ്വാഭാവികമായ തിടുക്കം CPI കാണുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു എന്ന പരാതി മന്ത്രി ശിവൻകുട്ടിക്ക് നേരത്തെയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെ ഭയന്ന് അക്കാര്യം അദ്ദേഹം പറയുന്നില്ലെന്ന് മാത്രം. അതാണിപ്പോൾ സംഭവിച്ചത്. ഏതായാലും സംഗതി ശിവൻകുട്ടിയുടെ തലയിലായി. PM ശ്രീയെ ചൊല്ലി ഇടതുമുന്നണിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ അനുനയ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രി GR അനിലും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. PM ശ്രീയിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം ബിനോയ് വിശ്വം വീണ്ടും ഉന്നയിച്ചതായാണ് വിവരം. മുന്നണി മര്യാദകൾ ലംഘിച്ച് മന്ത്രിസഭ അറിയാതെ കരാറിൽ ഒപ്പിട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് CPI ആവശ്യപ്പെട്ടു. ഫണ്ട് കിട്ടാനാണ് കരാറിൽ ഒപ്പിട്ടതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത്. എന്നാൽ നയപരമായ കാര്യങ്ങളിൽ ഇങ്ങനെയല്ല തീരുമാനമെടുക്കേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇത് പെട്ടെന്ന് വന്ന പദ്ധതിയല്ല. CPM-ഉം CPI-യും വർഷങ്ങളായി എതിർക്കുന്ന പദ്ധതിയാണിത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ശരിയായില്ലെന്നും ബിനോയ് വിശ്വം മന്ത്രിയെ അറിയിച്ചു.